സിനിമാ രംഗത്ത് നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞ നടി ഉഷ. ഒന്നിലധികം സംവിധായകരിൽ നിന്ന് മോശം അനുഭവമുണ്ടായി. അപ്പോഴൊക്കെ ശക്തമായി പ്രതികരിച്ചിരുന്നു. എതിർക്കുന്നവർക്ക് അപ്രഖ്യാപിത വിലക്കാണ് ഉണ്ടാവുക. കുറ്റകൃത്യം നടന്നു കഴിഞ്ഞെന്നത് സർക്കാരിനറിയാം. ഇനി വേണ്ടത് നടപടിയെന്നും അവർ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുകയാണ്. അതിനിടയിൽ തന്നെ നിരവധി ചലച്ചിത്ര രംഗത്തുള്ള സ്ത്രീകൾ അവർ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചലച്ചിത്ര താരം ഉഷയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞെട്ടലുണ്ടോ, അതോ പഴയ കാലഘട്ടത്തിലും സമാനമായ സാഹചര്യങ്ങളായിരുന്നു? ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ തന്നെ ശാരദ മാം പറഞ്ഞിട്ടുണ്ട്, ആ കാലം മുതൽ അവരഭിനയിക്കുന്ന കാലം മുതൽ സ്ത്രീകളുടെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ അതിനൊരു അവസാനം വേണ്ടേ? ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ ആരെയാണോ നമ്മുടെ സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി, ഹേമ കമ്മിറ്റി ഉണ്ടാക്കി ഉറപ്പായിട്ടും ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ നടത്തിയ കുറ്റം ചെയ്ത ആൾക്കാരെ ഇന്ന് പോട്ടെ, ഇവരെല്ലാവരും ഇതുവരെ നടന്നതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ അവരെ തന്നെ വീണ്ടും വിട്ടുകഴിഞ്ഞാൽ ഇവിടെ എന്ത് നീതിയാണ് കിട്ടുന്നത്? ഇനിയുള്ള കുട്ടികൾക്കും കിട്ടുമോ? ഇതൊക്കെ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് കുറ്റം ചെയ്ത ആരായാലും അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ കഴിയുന്നുണ്ടോ? എന്തായിരുന്നു അന്ന് അനുഭവിച്ചൊരു വേദന? ഇപ്പോഴും ഞാൻ പറയുന്നത് പുതിയ കാലഘട്ടത്തിലുള്ള പിള്ളേർ, അവരെ കുറിച്ചല്ല ഈ മൊഴി കൊടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പഴയ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് പുതിയ ആൾക്കാരുടെ സിനിമകളിൽ ആണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഴയ ആൾക്കാരാണ് എൻ്റെ അവസരങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമകൾ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനിയും സിനിമകൾ നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിൽ ബോധർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ 10 പിള്ളേരെ പഠിപ്പിച്ചിട്ടാണെങ്കിലും ജീവിക്കും. അന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ കാരവൻ സൗകര്യമൊന്നുമില്ല. അന്ന് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഷൂട്ട് നടക്കുന്ന വീട്ടിൽ ഏതെങ്കിലും ഒരു മുറിയിൽ സ്ത്രീകൾ മേക്കപ്പ് ചെയ്യുന്ന, ഡ്രസ്സ് ചെയ്യുന്ന വേറൊരു റൂം, എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക, കസേരയിട്ട് ഭക്ഷണം ഒരുമിച്ച്, റോഡിലാണ് ഷൂട്ട് നടക്കുന്നതെങ്കിൽ റോഡിലിരുന്ന്, ഇനിയിപ്പോൾ ഹോസ്പിറ്റലാണ് അവിടെ ഒരു ചെറിയ സൗകര്യം. അല്ലാതെ കാരവനോ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് സംസാരവും തമാശയും ഒക്കെ പറയുന്നത്. പിന്നെ ആ കാലഘട്ടം മാറി. അമ്മ എന്ന സംവിധാനത്തിനുള്ളിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി പരിഹരിക്കപ്പെടുന്നെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, ആരും ഒന്നും പറയാറില്ലായിരുന്നു. സ്ത്രീകൾ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ലായിരുന്നു. ആരും മിണ്ടില്ല, അവിടെ മിണ്ടാതിരിക്കും. അതൊരു ഭയമാണോ? മിണ്ടാതിരിക്കുന്നത് ഒരു ഭയം? ഒരു പരിധി വരെ ഭയം തന്നെയാണ്. അവസരങ്ങൾ നഷ്ടപ്പെടും, സംസാരിക്കുന്നവർ നോട്ടപ്പുള്ളികളാവും എന്നുള്ള ഒരു ഭയമുണ്ട്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് അവർ പരിഹരിക്കും, നിങ്ങളുടെ അഭിപ്രായം മാനിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു സംവിധായകൻ നിന്നൊരു മോശം സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. അത് പിന്നീട് ചലച്ചിത്ര രംഗത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു പ്രവർത്തനങ്ങൾ? ചേച്ചിയുടെ അദ്ദേഹം എന്നോട് മോശമായിട്ട് പെരുമാറിയതിനെ ഒന്നും എൻ്റെ സിനിമയിൽ അതൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല. എനിക്കുണ്ടായ അതൊക്കെ ഒരു മോശം അനുഭവങ്ങളാണ്. അത് ഒരു സംവിധായകനല്ല, 2-3 പേരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അപ്പോഴേ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ സിനിമകൾ നമുക്ക് വേണ്ട എന്നും വെച്ചിട്ടുണ്ട് പിന്നീടുള്ളത്. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ പ്രതികരിച്ചത് ഒരു സംഘടനാപരമായ കാര്യത്തിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഞാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഒറ്റപ്പെട്ട് അഹങ്കാരി എന്നുള്ള പേരെനിക്ക് അവർ ചാർത്തി തന്നു. അതെ. അപ്പൊ ഇവര് എല്ലാവരും എൻ്റെ കൂടെ സഹപ്രവർത്തകരായ സ്ത്രീകൾ എല്ലാവരും എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് സീരിയസ് ആയപ്പോഴത്തേക്ക് അവരെല്ലാം വലിഞ്ഞു. സ്ത്രീകളാണല്ലോ സ്ത്രീകളുടെ ശത്രുക്കൾ. ഇപ്പൊ ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മിണ്ടായിരുന്നാ പോരെ, എന്തിനാണ് നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താനേ നോക്കൂ. ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകൾ ഇനിയും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവെല്ലാം ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നിയമപരമായ നടപടി എടുക്കണമെന്നാണ് ഞാൻ. നിയമ നടപടി എടുക്കണം. അവരെയൊക്കെ പൊതുജനത്തിന്റെ മുൻപിൽ അവരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ. തെറ്റ് നടന്നിരിക്കുന്നു, ക്രൈം നടന്നിരിക്കുന്നു എന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ. അപ്പോൾ അത് ആരാണ് എന്നുള്ളത് അതിന് നടപടി എടുക്കണം. ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള സംവിധാനം അന്നും ഇന്നും ഒക്കെ ശക്തമാണ്.
ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തിലകൻ ചേട്ടന്റെ ഒരു അനുഭവം നോക്കുകയാണെങ്കിലോ? അല്ല, തിലകൻ ചേട്ടൻ അന്നും പറഞ്ഞിട്ടുണ്ട്. സംഘടനയെ കുറിച്ചല്ല പുള്ളി പറഞ്ഞത്, സംഘടനയിലുള്ള വ്യക്തികളെ കുറിച്ചാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. സംഘടന എപ്പോഴും നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സംഘടനയിൽ ഇരിക്കുന്ന ചില ആൾക്കാർ, തിലകൻ ചേട്ടന്റെ മകളുടെ പ്രതികരണമൊക്കെ കേട്ടു. അത് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ള സ്ത്രീകളോട് പോലും ഇവർ അപമര്യാദയായി പെരുമാറുന്നു. എന്തൊരു ധൈര്യമാണിത്! അവരുടെ അച്ഛനെ അത്രയേറെ ഉപദ്രവിച്ചു, എന്നിട്ട് ആ പെൺകുട്ടിയോട് ഇത്രയും മോശമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഈ തുറന്നു പറച്ചിലുകളെല്ലാം. ആ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ സ്ത്രീകളും മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.